നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. വളരെ 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 സന്തോഷമുള്ള ഒരു ദിവസം. നിങ്ങളുടെ പരീക്ഷ വളരെ അടുക്കുന്നു. ലാസ്റ്റായി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് 3 ചാപ്റ്റർ ഒരുമിച്ച് തരികയാണ്. തെർമൽ പ്രോപ്പർട്ടീസും തെർമോഡൈനാമിക്സും കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസും ഒക്കെ. അതിന് ഒരു വളരെ വളരെ സന്തോഷമുള്ള ഒരു 2 മിനിറ്റ് ഞാൻ പറയാം. ഒന്ന്, നമുക്ക് ഒരു 30K സബ്സ്ക്രൈബേഴ്സായി, 30K സബ്സ്ക്രൈബേഴ്സായി. മാത്രമല്ല, യൂട്യൂബിന്റെ ഒരു മെഗാ ഇവന്റിൽ പങ്കെടുക്കാൻ ഒരു വലിയൊരു സാഹചര്യം, അല്ലെങ്കിൽ നമുക്കൊരു ഇത് കിട്ടി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. CCOK, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് പേരെ പരിചയപ്പെട്ടു. അന്നേരം എനിക്കൊരു അധ്യാപകനായതിൽ ഭയങ്കര ബഹുമാനം തോന്നിയ, എൻ്റെ പ്രൊഫഷനിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻസ് എപ്പോഴും കാണിക്കുന്നതിൽ നിങ്ങളതിൽ അധ്യാപനം എവിടെ പോയാലും കുറച്ച് കുട്ടികൾ കാണും. അത് ഏറ്റവും വലിയ കിട്ടിയതെന്ന് പറഞ്ഞാൽ, യൂട്യൂബേഴ്സിൽ എനിക്ക് അറിയാവുന്ന ഇപ്പോൾ അശ്വിൻ മാടപ്പള്ളിയെ ഞാൻ പഠിപ്പിച്ചതാണ്. ISR എഞ്ചിനീയറിംഗ് കോളേജിൽ ഫിസിക്സ് ഞാൻ പഠിപ്പിച്ചതാണ്. അതിനെക്കാട്ടിൽ ഞാൻ അന്ന് വിട്ടുപോയതൊന്ന് അപ്പൂസ് വ്ളോഗിന്റെ എൻ്റെ യഥാർത്ഥ ഒരു അഭിനവമാണ്. എൻ്റെ 10th സ്റ്റേറ്റിലെ ഓൺലൈൻ 5th ഗ്രൂപ്പിൽ അതിനുള്ളതാണ്. പലർക്കും അറിയത്തില്ല എനിക്ക് അഭിനവം എന്നുള്ള അറിയാൻ. യഥാർത്ഥത്തിൽ അപ്പൂസ് വ്ളോഗ് നമ്മൾ അങ്ങനെ അറിയുന്നില്ല. അവിടെയായിട്ട് പരിചയപ്പെട്ടു. പിന്നെ അവൻ വീഡിയോ ചെയ്തു. അതൊക്കെ നമുക്ക് ഒരു വലിയതല്ലേ. കാരണം ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ എന്ത് എനർജിയായിട്ട് 5 ലക്ഷത്തി 6 ലക്ഷത്തിനൊക്കെ അടുക്കുന്നു, സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പോകുന്നു. ഒക്കെ നമ്മൾ വിചാരിക്കും എന്ത് ഡെഡിക്കേഷൻ അതിനകത്ത് കാണിച്ചിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഓരോ മേഖലകളിൽ അവരൊരു ഡെഡിക്കേഷൻ കാണിക്കുന്നതുകൊണ്ട് തന്നെയാണ് കയറി പോകുന്നത്. എനിക്ക് നന്നായിട്ട് മനസ്സിലായി അവിടെ ചെന്നപ്പോൾ. അവരെല്ലാം നേരിട്ട് ഇതുപോലെ ഞാൻ TV-യിൽ മാത്രമേ, അല്ലെങ്കിൽ മൊബൈലിൽ മാത്രമേ കാണുന്നുള്ളവരെയില്ല. പിന്നെ അന്ന് എൻ്റെ ഒരു വീഡിയോ ആണ്, മിൽജോ യോഗി എന്ന് പറഞ്ഞ ട്രാവലുണ്ട്. മിൽജോ യോഗി, സഞ്ജു ടെക്കി ആലപ്പുഴ ജില്ലയിലാണ്. പത്രത്തിൽ ഫോട്ടോസൊക്കെ വന്നുകൊണ്ട് സഞ്ജു ടെക്കി ഒരു എന്നെ കുറിച്ച് അതിനകത്ത് അവൻ്റെ വ്ളോഗിനകത്ത് ഉൾപ്പെടുത്തി. സഞ്ജു ടെക്കി ഹൈലി എനർജറ്റിക് ആയിട്ടൊരു മനുഷ്യനെ ഞാൻ അവിടെ യൂട്യൂബേഴ്സിനുണ്ട്. ഞാൻ ഇത്ര എനർജറ്റിക് ആയിട്ടൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് മൂല്യം കൊടുക്കുന്ന ആള്. പക്ഷെ എന്തൊരു എനർജിയാണ്, ഭയങ്കര എനർജിയാണ്. അന്നേരം ഇവരൊക്കെ എന്തുകൊണ്ടാണ് കയറുന്നതെന്നൊക്കെ മനസ്സിലായി ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ്. ഓരോ ഫീൽഡിൽ അധ്യാപനമായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു തോന്നുന്നു. മോട്ടിവേഷൻ ഒക്കെ വേറെ ഉണ്ടായിരുന്നു തോന്നുന്നു. അധ്യാപനമായിട്ട് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അത് മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നു. ഒരുപാട് പേരെ, അതായത് ഒരു ദിവസം നമുക്കൊരു കഥയായിട്ട് പറയാനുള്ളതുകൊണ്ട്. ഇപ്പം 30K സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ സന്തോഷം. അന്നേരം മീറ്റിൽ പോകാനെടുത്ത് എല്ലാം നിങ്ങൾ കാരണമാണ് എന്ന് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങളാണ് എൻ്റെ ഓരോ സ്റ്റെപ്പിനും മുന്നോട്ട് വെക്കുന്ന എല്ലാം നിങ്ങളാണ്. അന്നേരം ഒരുപാട് 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 സന്തോഷം. ഇനിയും നിങ്ങളാണ് എന്നെ മുന്നോട്ട് നയിക്കേണ്ടത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന എപ്പോഴും ഇങ്ങനെയുള്ള ചാനലുകൾ എപ്പോഴും അധികം മാക്സിമം എഫേർട്ട് എടുത്താലും നമുക്ക് കുട്ടികളാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വേറെ എക്സ്ട്രാ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നത് വളരെ കുറവായിരിക്കും. അന്നേരം എനിവേ എല്ലാവർക്കും താങ്ക്സ്. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് 3 ചാപ്റ്റർ, ഒരു വെടിക്ക് 3 പക്ഷി. ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3 ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, തെർമോഡൈനാമിക്സിന്റെ കോമ്പിനേഷൻ ആണ്. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടെമ്പറേച്ചർ ഇസ് ദി ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡി. ടെമ്പറേച്ചർ ഇസ് ദി ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡി. അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇത് നിങ്ങളുടെ 2020 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് ഞാൻ ഐശ്വര്യമായിട്ട് പറയാം. ടെമ്പറേച്ചർ ഓഫ് എ നോർമൽ ഹ്യൂമൻ ബോഡി ഈസ് 98.6 Fahrenheit. വാട്ട് ഈസ് ദി കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ ഇൻ ദി സെൽഷ്യസ് സ്കെയിൽ? ഇതാണ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ ലേറ്റന്റ് ഹീറ്റ് ഉണ്ട്. Why a brass tumbler feels much colder than a wooden tray on a chilly day? അടിപൊളി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഇതിന് 2 മാർക്കായിരുന്നു നിങ്ങളുടെ പ്രാവശ്യം. ഇതിന് 1 മാർക്കായിരുന്നു ലേറ്റന്റ് ഹീറ്റ്, ഇതിന് 1 മാർക്കായിരുന്നു. ഞാൻ ഈ ചാപ്റ്റർ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞാണ് ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. C/100 is F - 32/180 = K - 273/100 എന്ന് പറയുന്ന ഇക്വേഷൻ
വെരി 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 ഇമ്പോർട്ടൻറ്റ്. കാരണം സെൽഷ്യസിൽ നിന്ന് കെൽവിൻ ആക്കണമെന്നുണ്ടെങ്കിൽ 273 ആഡ് ചെയ്താൽ മതി. പക്ഷെ ഫാരൻഹീറ്റിൽ നിന്ന് കെൽവിൻ ആക്കണമെന്നുണ്ടെങ്കിൽ റിലേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കണം. സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ രണ്ട് റിലേഷൻ അറിയണം. ആ റിലേഷൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് പഠിക്കുക. ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടെമ്പറേച്ചർ ഓഫ് എ നോർമൽ ഹ്യൂമൻ ബോഡി is 98.6 Fahrenheit. What is the corresponding temperature in Celsius scale? സെൽഷ്യസ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈക്വേഷൻ എടുക്കാം. C/100 is equal to സിമ്പിൾ F-32/180. ഇനി പ്രോബ്ലം ഒന്നും വിട്ടുപിടിക്കല്ലേ. C is equal to അതിൽ നിന്ന് C is equal ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ F-32 into 100/180. ഫാരൻഹീറ്റ് തന്നിട്ടുണ്ടല്ലോ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. അന്നേരം 98.6 തന്നിട്ടുണ്ട്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. C is equal to 98.6 minus 32/180 into 100. നമുക്ക് കിട്ടുന്നത് C is equal to 37 ഡിഗ്രി സെൽഷ്യസ്. അന്നേരം സെൽഷ്യസ് സ്കെയിലിനെ തിരിച്ച് ഫാരൻഹീറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാമല്ലോ. ഈസി വാ. ഓക്കെ, അടുത്തത് ഡിഫൈൻ ലേറ്റന്റ് ഹീറ്റ്. അത് വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ലേറ്റന്റ് ഹീറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എനർജി റിക്വയർഡ് ടു കൺവേർട്ട് വൺ സബ്സ്റ്റൻസ് ഇൻടു അനദർ. അത്രയും മാത്രം എഴുതിയാൽ ഒരു മാർക്ക് കിട്ടും. പക്ഷെ അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. Why a brass tumbler feels much colder than a wooden tray on a chilly day? നല്ല വാക്ക്, ചില്ലി ഡേ. ഒരു ബ്രാസ് ടംബ്ലർ. ഈ ബ്രാസ് എന്ന് പറയുന്ന ഒരു മെറ്റലാണ്. പോയിന്റ് നോട്ട് ദി പോയിന്റ്സ്. ബ്രാസ് എന്ന് പറയുന്ന ഒരു മെറ്റലാണ്. മെറ്റലിന് കണ്ടക്ടിവിറ്റി നല്ലപോലെ കൂടുതലുണ്ട്. ഹീറ്റിനെ നന്നായിട്ട് അത് കണ്ടക്ട് ചെയ്യും, ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ബ്രാസ് ടംബ്ലർ ഫീൽസ് മച്ച് കോൾഡർ ദാൻ എ വുഡൻ ട്രേ. വുഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻസുലേറ്റർ ആണ്. അത് ഹീറ്റിനെ എന്ത് ചെയ്തില്ല, കണ്ടക്ട് ചെയ്തില്ല. അന്നേരം ക്ലിയർ ആയല്ലോ. അന്നേരം ഇതാണ് അതിന്റെ ആൻസർ. അതിന് 1 മാർക്കാണ്. നിങ്ങൾ ഇത്രയും മാത്രം എഴുതിയാൽ മതി. ഇറ്റ് ഈസ് എ കണ്ടക്ടർ, ഇറ്റ് ഈസ് എ മെറ്റൽ, ഇറ്റ് കണ്ടക്ട്സ് ഹീറ്റ് ഈസിലി എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് ഈസി. 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. അന്നേരം ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് ഞാൻ ഈ പറയുന്ന 3 ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിക്കാവുന്നത് 9 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. 9 marks. That is very important. Very very important. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത വീണ്ടും 2020 ക്വസ്റ്റ്യൻ. പക്ഷെ ഇത് ഒരുപാട് വട്ടം ഈ ഫിഗർ റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദി ഫിഗർ. ഫിഗർ വളരെ കാര്യമായി നിരീക്ഷിക്കാൻ. ഹോട്ട് റിസീവർ T1 ഒരു ഹോട്ട് ബോഡിയാണ്. Q1 Q2 കോൾഡ് റിസീവർ T2. Q1 ഉം Q2 ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഹീറ്റ് അബ്സോർവ് ചെയ്യുന്ന ലിബറേറ്റ് ചെയ്യുന്നതൊക്കെ വെച്ചാണ് Q1 ഉം Q2 ഒക്കെ വരുന്നത്. ഹോട്ട് ബോഡി കോൾഡ് ബോഡി ഒക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻ അതൊന്നും അല്ല. ഈസ് ദിസ് എ ഹീറ്റ് എഞ്ചിൻ ഓർ എ റെഫ്രിജറേറ്റർ? കണ്ണും പൂട്ടി ഇങ്ങനെ പടം കാണുമ്പോൾ നമ്മൾ കണ്ണടച്ച് ശരിക്കും നോക്കിക്കോണം, വായിച്ചു നോക്കിക്കോണം. ഞാൻ ഇങ്ങനെ പറഞ്ഞാല് ഈസ് ദിസ് എ ഹീറ്റ് എഞ്ചിൻ ഓർ റെഫ്രിജറേറ്റർ എന്ന് വെച്ചാൽ ഇത് പുഷ്പം പോലെ പറഞ്ഞേക്കണം ഹീറ്റ് എഞ്ചിൻ ആണ്. ആൻസർ ഈസ് ഹീറ്റ് എഞ്ചിൻ. ഓക്കെ, ഹീറ്റ് എഞ്ചിൻ. ഓക്കെ. Write the 4 steps of operations in the Carnot cycle. Another repeated very important question. 2 മാർക്കാണ്. എന്ത് സിമ്പിൾ ആയിട്ട് 2 മാർക്ക് മേടിക്കാൻ തുടങ്ങി. 2 മാർക്കാണ്. നിങ്ങൾ റൈറ്റ് ദി 4 സ്റ്റെപ്സ് മാത്രം എഴുതിയാൽ മതി. അതായത് ഒരിക്കലും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. അത് കുട്ടികളുടെ ഏറ്റവും ഒരു മിസ്റ്റേക്ക് ആണ്. നമുക്ക് അറിയാവുന്ന വെച്ചാണ് തകർക്കും. നമ്മൾ അങ്ങനെ തകർക്കാനുള്ളതല്ല. 4 സ്റ്റെപ്പുകൾ എഴുതി 2 മാർക്ക് കിട്ടും. അന്നേരം ഏതൊക്കെയാണ് 4 സ്റ്റെപ്പുകൾ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കേട്ടോ. First one, isothermal expansion, adiabatic expansion, isothermal compression, adiabatic compression. ഇത് 4 സ്റ്റെപ്പ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയാൽ എത്ര മാർക്ക് കിട്ടും? ഇല്ല, 2 മാർക്ക് കിട്ടും. 4 വരിയല്ലേ ഉള്ളൂ. ഈ 4 പ്രോസസ്സ് കൃത്യമായിട്ട് എഴുതിയേക്കും. ഓക്കെ വാ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വീണ്ടും 2020 ചാടി വന്നു. ഇനിയുണ്ട് 2020. അടുത്ത ക്വസ്റ്റ്യൻ 2020 തന്നെ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചേ, 2020 3 മാർക്കിന്റെ കഴിഞ്ഞ ആദ്യത്തെ ക്വസ്റ്റ്യൻ 4 മാർക്കായിരുന്നു. പിന്നെ ഒരു 3 മാർക്കിന്റെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തു 7, 7, 3, 10 കണ്ടോ. ഒരു കൃത്യം നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഈ 3 ചാപ്റ്ററിൽ നിന്ന് 9, 10, 11 ഇങ്ങനെയൊക്കെ 8 മുതൽ ഇങ്ങനെ വേരിയേഷൻ വരെ ഒരു 12 മാർക്ക് വരെയൊക്കെ വേരിയേഷൻ വരാം. ഓക്കെ, കാര്യം പിടിക്കുക. A refrigerator is to maintain variables kept inside at 9 degrees Celsius. Not the point. If room temperature is not the point 36 degrees Celsius, calculate the
കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. ഞാൻ തിയറി പാർട്ട് വീഡിയോയിൽ പറഞ്ഞപ്പോഴും പ്രീവിയസ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഒക്കെ പറഞ്ഞാണ് നമ്മൾ ശ്രദ്ധിക്കത്തില്ല, കാർനോട്ട് സൈക്കിൾ ഒക്കെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കത്തില്ല. കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വളരെ പ്രധാനമുള്ള ഒരു ടോപ്പിക്കാണ് കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. അതായത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ബീറ്റ എന്ന് പറയുന്നത് ഇക്വേഷൻ, കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ബീറ്റ, ആൽഫ, ഗാമ ഏത് വേണമെങ്കിലും ഡിനോട്ട് ചെയ്യാം. ഞാൻ ബീറ്റ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈക്വൽ Q2/W. W എന്ന് പറയുന്നത് നെറ്റ് വർക്ക് ഡൺ ആണ്. അന്നേരം ബീറ്റ ഈക്വൽ Q2 ഇത് നമ്മൾ ചെയ്തതാണ് Q1 - Q2. കാരണം ഒരെണ്ണം Q1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ് ആണ്, മറ്റേ ലിബറേറ്റഡ് ആണ്. അതുകൊണ്ടാണ് Q1 - Q2. ഇത് ടെമ്പറേച്ചർ ടേംസ് ആണ്. നമുക്ക് ടെമ്പറേച്ചർ ആണ് വന്നേക്കുന്നത് 9 ഡിഗ്രി സെൽഷ്യസും 36 ഡിഗ്രി സെൽഷ്യസും. അന്നേരം നമുക്ക് ടെമ്പറേച്ചർ ടേംസ് ആണെങ്കിൽ Q2നും Q1നും വരും T2 T1 കൊടുക്കുക. അതിന് ബീറ്റ ഈക്വൽ T2/T1 - T2. ഓക്കെ വാ. ഒരു T1 എന്ന് പറയുന്നത് 36 ഡിഗ്രി സെൽഷ്യസ്. T1 നമുക്ക് വാല്യൂവിനെ ആദ്യം ഇടുക. ആദ്യം ഇടുക T1 36 ഡിഗ്രി സെൽഷ്യസ്. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ ആക്കണമെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞു തന്നിട്ടുള്ളതാണ്. T ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 ഈസ് ഈക്വൽ ടു കെൽവിൻ. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും അതിനെ 273 കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കെൽവിനിലോട്ട് മാറും. അന്നേരം T1 ഈസ് ഈക്വൽ 36 പ്ലസ് 273 എന്ന് പറഞ്ഞാൽ T1 ഈസ് ഈക്വൽ ടു 309 309 കെൽവിൻ. കെൽവിനിലോട്ട് മാത്രമാക്കിയിട്ട് വേണം ചെയ്യാൻ. സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. ഇനി അടുത്ത T2 എന്ന് പറഞ്ഞാൽ 9 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെയും T2 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ 9 പ്ലസ് 273 T2 282 കെൽവിൻ. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബീറ്റ ഈസ് ഈക്വൽ ടു T2 282/T1 - T2 30 - 282. പിന്നെ ബീറ്റ ഈസ് ഈക്വൽ ടു 282/27. കൊച്ചുകൂടെ ചെയ്യുന്ന ബീറ്റ ഈസ് ഈക്വൽ ടു 10.44. പക്ഷെ എത്ര മാർക്കാണ്? 3 മാർക്കാണ്. ഇത് റിപ്പീറ്റ് എങ്ങനെ പഠിച്ചു ചോദിച്ചാൽ പഠിച്ചിരിക്കുന്നു. അന്നേരം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ക്ലിയർ ഓക്കെ വാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 3 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദി സിങ്ക് സോഴ്സ് ആൻഡ് വർക്കിംഗ് സബ്സ്റ്റൻസ് ഓഫ് എ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ. ഈ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് തന്നെയാണ്. പക്ഷെ ഇത് പലപ്പോഴും പലരും തെറ്റിക്കാറുണ്ട്. സിങ്ക് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാം, സിങ്ക് എന്ന് പറയുന്നത് ഫ്രീസർ കമ്പാർട്ട്മെന്റ് ആണ്. വെരി 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 ഇമ്പോർട്ടന്റ്. 3 സോഴ്സ് മിക്കവാറുള്ളവരൊന്നും ഇങ്ങനെ ചോദിക്കുമ്പോൾ എഴുതാറില്ല. ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിന്റെ സോഴ്സ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ആണ്. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഫ്രിയോൺ ആണ്. വെരി ഇമ്പോർട്ടന്റ്. ഫ്രിയോൺ എന്ന് പറയുന്നത് ഗ്യാസ് ആണ്, അതിനകത്തോട് സർക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. അന്നേരം ഈ 3 പറഞ്ഞിരിക്കുക. സിങ്ക് എന്ന് പറയുന്നത് ഫ്രീസർ കമ്പാർട്ട്മെന്റ് ആണ്. സോഴ്സ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ആണ്. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഫ്രിയോൺ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. Can a Carnot engine work if its sink and source are interchanged? Explain. നമ്മൾ കാർനോട്ട് സൈക്കിളിൽ നിന്ന് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം അല്ലേ? ചോദിച്ചാൽ 1 മാർക്കിന് 2 മാർക്കിനൊക്കെ ചോദിക്കാം. Can a Carnot engine works if its sink and source are interchanged? നമ്മൾ അത് ചോദിക്കുക. സോഴ്സും സിങ്കും ഒക്കെ ഇന്റർചേഞ്ച് ചെയ്താൽ കാർനോട്ട് സൈക്കിൾ വർക്ക് ചെയ്യും. എന്നാ പിന്നെ കാർനോട്ട് ആദ്യമേ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് കളിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. നോ എന്നുള്ളതാണ് ഉത്തരം. ക്യാൻ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ യെസ് ഓർ നോ, നോ എന്ന് എഴുതുക ആദ്യം. ഇനി എക്സ്പ്ലെയിൻ എന്തുകൊണ്ടാണ്. കാരണം ഹീറ്റ് ഫ്ലോസ് ഫ്രം ഹയർ ടെമ്പറേച്ചർ ടു കോൾഡർ ടെമ്പറേച്ചർ. എപ്പോഴും ഹീറ്റ് ഹയർ ടെമ്പറേച്ചർ, ചൂടുള്ളിടത്തു നിന്ന് ചൂട് കുറവുള്ളിടത്തോട്ടായിരിക്കും ഹീറ്റ് ഫ്ലോ ചെയ്യും. അപ്പൊ വെള്ളച്ചാട്ടം താഴെ നിന്ന് മുകളിലോട്ടല്ല, മുകളിൽ നിന്ന് താഴോട്ടാണ്. അതുപോലെ ഹോട്ടർ ടെമ്പറേച്ചറിൽ നിന്നും കോൾഡർ ടെമ്പറേച്ചറിലാണ് ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത്. അന്നേരം ഹോട്ടർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് സോഴ്സ് ആയിട്ട് എടുത്താൽ കോൾഡർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സിങ്ക് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് കളിക്കാൻ പറ്റില്ല. ബിക്കോസ് ഈ റീസൺ മാത്രം എഴുതിയാൽ മതി. ഹീറ്റ് ഫ്ലോസ് ഫ്രം ഹയർ ടെമ്പറേച്ചർ, ഹയർ ടെമ്പറേച്ചർ പറഞ്ഞാൽ ഹോട്ടർ ആണ്, ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ, ലോവർ ടെമ്പറേച്ചർ പറഞ്ഞാൽ കോൾഡർ ആണ്. ഓക്കെ വാ. അടുത്ത ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റെപ്പറ്റീഷൻ ആയിട്ട് പടപടാന്ന് ചോദിച്ചാണ്. നോക്കാം. ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് ടു കൺവേർട്ട് ഹീറ്റ് ഇൻടു വർക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി വർക്കിംഗ് സബ്സ്റ്റൻസ് ഇൻ ദി ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ? മുമ്പ് ഞാൻ പറഞ്ഞു റെഫ്രിജറേറ്ററിന്റെ, ഒരു ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിന്റെ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫ്രിയോൺ ആണ്. പക്ഷെ ഐഡിയൽ ഹീറ്റ് എഞ്ചിന്റെ എന്താണ്? ഐഡിയൽ ഗ്യാസ് ആണ്. ഐഡിയൽ ഗ്യാസ് എല്ലാ ഗ്യാസ് ലോസും ഒബേ ചെയ്യുന്നവനാണ് ഐഡിയൽ ഗ്യാസ്. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ, എ കാർനോട്ട് എഞ്ചിൻ വർക്ക്സ് ബിറ്റ്വീൻ ഐസ് പോയിന്റ് ആൻഡ് സ്റ്റീം പോയിന്റ്, വാട്ട് ഈസ് ഇറ്റ്സ് എഫിഷ്യൻസി? ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക്. ഒരു കാർനോട്ട് എഞ്ചിൻ വർക്ക്സ് ബിറ്റ്വീൻ ഐസ് പോയിന്റ് ആൻഡ് സ്റ്റീം പോയിന്റ്. ഒരു ഡേറ്റ തന്നിട്ടില്ല, ഡേറ്റ തന്നിരിക്കുന്നത് ഇതാണ്, ഐസ് പോയിന്റും സ്റ്റീം പോയിന്റും ആണ്. അതിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. അന്നേരം നോക്കിയേ, എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒറിജിനൽ ആണ്. ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് T2 ബൈ T1. T1 ആയിട്ട് ഞാൻ സ്റ്റീം പോയിന്റ് എടുക്കും. സ്റ്റീം പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെ ബോയിലിംഗ് പോയിന്റ് പറയുന്ന പോലെ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് നമുക്ക് T1 ആയിട്ട് എടുക്കാം. എന്നാൽ T1 സ്റ്റീം പോയിന്റ്, T1 ഈസ് ഈക്വൽ 100 ഡിഗ്രി സെൽഷ്യസ്. എന്താണ് നമ്മൾ ഡിഗ്രി സെൽഷ്യസിന് എന്ത് ചെയ്യണം? നമ്മൾ കെൽവിനിലോട്ട് മാറ്റണമെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ 273 ആഡ് ചെയ്യണം. അന്നേരം T1 ഈസ് ഈക്വൽ 100 പ്ലസ് 273 ഓർമ്മയില്ല കേട്ടോ. T1 ഈസ് ഈക്വൽ ടു 373 കെൽവിൻ. T1 നമ്മൾ സെറ്റ് ചെയ്തു. അടുത്ത T2 പോകാം. T2 ഈസ് ഈക്വൽ ടു ഐസ് പോയിന്റ്. T2 is equal to 0 degree Celsius. ഒരു മെൽറ്റിംഗ് പോയിന്റ് തുല്യമാണ്. T2 is equal to 0 plus 273. എത്ര ഡിഗ്രി ആണെങ്കിലും കെൽവിനോട് മാറ്റണമെങ്കിൽ 273 ആഡ് ചെയ്യണം. T2 is equal to 273 കെൽവിൻ. അതും സെറ്റ് ആക്കി. ഇനി നമ്മൾ ഈറ്റ is equal to 1 minus T2 by T1. 1 minus T2 എന്ന് പറയുന്നത് 273 by T1 എന്ന് പറയുന്നത് 373. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ 0.268. ഇവിടെ വരെ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടത്തില്ല. കാരണം അത് ഇവിടെ ചെയ്ത് നിർത്തും. കാരണം എഫിഷ്യൻസി ആണ് വെച്ചേക്കുന്നത്. എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പെർസെന്റേജിലാണ് ഇടുന്നത്. നമ്മൾ ഈറ്റ 0.268 ആണെങ്കിൽ ഇൻറ്റു എത്രയാണോ ഉത്തരം ഇൻറ്റു 100 ചെയ്യും. അങ്ങനെ നമുക്ക് ഈറ്റ 26.8 അല്ലെങ്കിൽ 26.80%. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഒരു ധാരണയാകണം, പഠിക്കണം. ഓക്കെ, അടുത്തൊരു വെടിക്കെട്ട് ക്വസ്റ്റ്യൻ ആണ്. ക്ലോക്ക് പെൻഡുലംസ് ആർ മെയ്ഡ് ഓഫ് ഇൻവാർ. ഇവനാണ് ഇൻവാർ. വൈ? ഇത് ഒരു വട്ടം ചോദിച്ചപ്പോഴത്തേന് എല്ലാവരും ഞെട്ടി. പിന്നെ റെപ്പറ്റീഷൻ ആയിട്ട് കുറെ വട്ടം ചോദിച്ചു. ക്ലോക്ക് പെൻഡുലംസ് ഉണ്ടാക്കിയിരിക്കുന്ന ഇൻവാർ ആണ്, നിർമ്മിച്ചിരിക്കുന്ന ഇൻവാർ കൊണ്ടാണ്. വൈ? എന്താണ്? രണ്ട് പോയിന്റുകൾ എഴുതിയാൽ മതി. ഇൻവാർ ഈസ് എ അലോയ്. It is an alloy of steel and iron. It is an alloy of invar. It is an alloy of steel and iron. ഇൻവാർ എന്ന് പറയുന്ന ഒരു അലോയ് ആണ്. ഇൻവാർ ഈസ് an alloy. It is an alloy of steel and iron. അത് മാത്രം പരിശോധിച്ചിട്ടുണ്ട്. ഏതിന്റെയൊക്കെ അലോയ് ആണ് ഇൻവാർ? It is an alloy of steel and iron. ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത? It has extremely small temperature coefficient of expansion. Very important. After point എഴുതിയാൽ മതി. It has extremely small temperature coefficient of expansion. It is very important. It is an alloy of steel and iron. It has extremely small temperature coefficient of expansion. ഇത്രയും എഴുതി കഴിഞ്ഞാൽ അന്നേരം അതിന്റെ പ്രത്യേകത പറഞ്ഞാൽ പിന്നെ ക്ലോക്ക് പെൻഡുലത്തിൽ ഏത് സീസണിലും നമുക്കറിയാം, നമ്മുടെ ക്ലോക്കിന്റെ ഏത് സീസണിലും അതിന്റെ ടൈം ചേഞ്ച് ചെയ്യത്തില്ല. ഈ രണ്ട് റീസൺ എഴുതുക. It is an alloy of steel and iron. It has extremely small temperature coefficient of expansion. ഈ ഇൻവാർ നൽകുമ്പോൾ ഇനി ഞെട്ടു ഇല്ല, ഞെട്ടരുത്. ധൈര്യത്തോട് നമ്മൾ പ്രതിരോധിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ സ്മോൾ ഗ്യാപ്പ് ഈസ് ലെഫ്റ്റ് ബിറ്റ്വീൻ ദി അയൺ റെയിൽസ് ഓഫ് റെയിൽവേ ട്രാക്സ്. വൈ? ഒരു സ്മോൾ ഗ്യാപ്പ്, അയൺ റെയിൽസിനിടെ ഒരു സ്മോൾ ഗ്യാപ്പ് എപ്പോഴും ഇട്ടേക്കാം. റെയിൽവേ ട്രാക്കിനിടെ ഒരു സ്പേസ് ഇട്ടായിരിക്കും ഒരു റെയിൽവേ ട്രാക്കിന്റെ ഒരു പണിയൊക്കെ, അതായത് എന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ നടത്തുന്നു. കൃത്യമായിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. അന്നേരം അവിടെ എന്തിനാണ് അങ്ങനെ ഒരു സ്മോൾ ഗ്യാപ്പ് ഉണ്ട്? ആവശ്യം എന്താണ്? അന്നേരം ഉറപ്പായിട്ട് ഒരു പോയിന്റ് നിങ്ങൾ എഴുതേണ്ടത് ഇറ്റ് ഈസ് ഡ്യൂ ടു തെർമൽ എക്സ്പാൻഷൻ. ഒരു മാർക്ക് അവിടെ കിട്ടും. ഇറ്റ് ഈസ് ഡ്യൂ ടു തെർമൽ എക്സ്പാൻഷൻ. തെർമൽ എക്സ്പാൻഷൻ ആണ് റീസൺ. ഇനി അതിന്റെ മറ്റൊരു റീസൺ ആയിട്ട് നിങ്ങൾക്ക് അറിയാം, നമ്മൾ നല്ല ചൂടുള്ള സമയത്ത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇരിക്കുന്ന വസ്തുവാണ് ചൂടുള്ള സമയത്ത് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്ത് വരും ഉറപ്പായിട്ടും. അന്നേരം അവർ കൃത്യമായിട്ട്
ലെങ്തും ഒക്കെ എടുത്ത് കറക്റ്റായിട്ട് ഗ്യാപ്പൊക്കെ ഇട്ടായിരിക്കും ചെയ്യുന്നത്. അത് ചുമ്മാ അല്ല. അന്നേരം അത് സമ്മറിന്റെ സമയത്ത്, ചൂടുള്ള സമയത്ത് അത് എന്ത് ചെയ്യും, കൃത്യമായിട്ട് അത് എക്സ്പാൻഡ് ചെയ്ത് കറക്റ്റ് ആയിക്കോളും. അന്നേരം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരെണ്ണമാണ് ഗിർഡേഴ്സിനിടയിലും നമ്മൾ ഒരു ഗിർഡേഴ്സ് നമ്മളെ മെക്കാനിക്സ് സോളിഡ്സ് പഠിച്ചതാണ്. ഗിർഡേഴ്സിനിടയിലും ഇതിനകത്ത് ചോദിക്കാം, ഒരു ചെറിയ ഗ്യാപ്പ് നമ്മൾ ഇട്ടും ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമ്മൾ ബീം വാർക്കും, നമ്മുടെ വീട്ടിലൊക്കെ ബീം വാർക്കിനൊക്കെ ഇടുമ്പോൾ ഒരു സ്മോൾ ഗ്യാപ്പ് ഇടുന്നതിനുള്ള കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു തെർമൽ എക്സ്പാൻഷൻ തന്നെയാണ്. അന്നേരം തെർമൽ എക്സ്പാൻഷന്റെ ആപ്ലിക്കേഷൻ ആണ് ഇവരൊക്കെ. മറക്കരുത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ. ഞാൻ ഈ ചരണത്ത് ബാക്കിയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഹൈഡ്രജൻ ബലൂണാണോ, ഓക്സിജൻ ബലൂണാണോ, ഓക്സിജൻ ആണോ കൂടുതൽ ഫാസ്റ്റർ, ഇങ്ങനെയുള്ള വാട്ടർ ആസ് ആൻ എഫക്റ്റീവ് കൂളന്റ് വൈ റേഡിയേറ്ററിൽ യൂസ് ചെയ്യുന്നതിന്റെ കാര്യം, ഇതൊക്കെ നമ്മുടെ വീഡിയോസിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ നോക്കുക. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ട്. അതിന് അതെല്ലാം ഞാൻ നോട്ടിനകത്ത് തന്നിട്ടുണ്ട്. ഇതെല്ലാം മാക്സിമം നിങ്ങൾ കവറപ്പ് ചെയ്ത് പഠിക്കുക. നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമ്മളിവിടെ ക്ലോസ് ചെയ്യാണ്. ചാപ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞു. ഞാൻ എൻ്റെ വാക്കുകളെല്ലാം പാലിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ വീഡിയോസും ചെയ്തു. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കഴിഞ്ഞു. പ്രീവിയസ് ഇയർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഞാൻ എക്സ്ട്രാ ചെയ്തതാണ് നിങ്ങൾക്ക് എല്ലാം വേണ്ടി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എല്ലാവരും ആദ്യത്തെ ചാപ്റ്റർ മുതൽ ഒന്ന് കയറി കണ്ട് നോക്കിയിട്ട് പരീക്ഷയ്ക്ക് പോകുന്നത് എപ്പോഴും നന്നായിരിക്കും. അതിന് ചിലപ്പം 3, 4, 5 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്കത് വളരെ ബെനിഫിറ്റ് ആയിരിക്കും. ഇത് മറന്നു പോകരുത്. അന്നേരം വീണ്ടും കുറച്ച് ദിവസങ്ങൾ കൂടെ, 2-3 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 15 മണിക്കൂറോ 16 മണിക്കൂറോ പഠിച്ചാലൊന്നും നിങ്ങൾ തളർന്നു പോകത്തില്ല. ധൈര്യമായിട്ട് നിങ്ങൾ പഠിക്കാം. ഇപ്പം പഠിച്ചാലും മതി. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. പിന്നെ അതിനെ ആലോചിച്ചിട്ട് ദുഃഖിച്ചിരിക്കരുത്. കൃത്യമായിട്ട് പഠിക്കണം. അന്നേരം വെള്ളിയാഴ്ച പരീക്ഷ കഴിയും. വെള്ളിയാഴ്ച ഉച്ചമല പരീക്ഷ. പിന്നെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും. നമ്മളും ഡബിൾ സ്ട്രോങ് ആവും. നമ്മൾ റിസൾട്ട് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഉറപ്പായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയാണ്. ഓക്കെ, അന്നേരം എല്ലാം അടിപൊളിയായിട്ട് പഠിക്കുക. ഇനിയുണ്ട് നമ്മുടെ കുറെ സർപ്രൈസുകൾ. ഇനിയും വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. വെരി ഇമ്പോർട്ടൻസ് കമ്മിങ് സൂൺ. ഓക്കെ വാ.